വീഡിയോയിലോട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു അടിപൊളി വറുത്തരച്ച മീൻകറി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മീൻ മഞ്ഞക്കോര, കിളിമീൻ, ചോപ്പം കോര, ചെമ്പൽ, ഇങ്ങനെ പലതരം പേരുകളുള്ള ഈ ഒരു സൈസ് മീനാണ്. മീൻ കൊണ്ടുവന്ന് കട്ട് ചെയ്യാനുള്ള മടി കാരണം മാർക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്താണ് വാങ്ങിയിട്ടുള്ളത്. വീട്ടിൽ കൊണ്ടുവന്ന് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം തന്നെ വറുക്കാനുള്ള മീനുകളിലേക്ക് അരപ്പൊക്കെ ചേർത്ത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് 2 വറ്റലുമുളകും കുറച്ച് കുഞ്ഞുള്ളി ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയും ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മൂത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മീൻകറി വെക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊടിച്ച് കറിവേപ്പിലയും ഇട്ട് കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം മസാലകൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയേക്കാൾ കൂടുതൽ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് അതിലേക്ക് ഒരു ചെറിയ പീസ് കുടംപുളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മൾ ഓൾറെഡി അരപ്പിൽ പുളികൾ ചേർത്തത് കൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാവും. എന്നാൽ എനിക്ക് കുറച്ച് പുളി കൂടിയ മീൻകറി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു പീസ് കുടംപുളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ തന്നെ കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ട് നമ്മുടെ അരപ്പിൽ തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരപ്പൊക്കെ നന്നായി തിളച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനുകൾ ഓരോന്നായി ഇതിലേക്ക് പറക്കിയിട്ടതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ അരപ്പ് തേച്ച് മാറ്റി വെച്ചിട്ടില്ലേ ഫ്രൈ ചെയ്യാൻ കുറച്ച് മീൻ, അതുകൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 10 to 15 മിനിറ്റ്സിന് ശേഷം നമ്മൾ മൂടിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മീനൊക്കെ നന്നായി കുക്കായി അതിൽ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചെടുത്ത് നമ്മുടെ കിടുക്കാച്ച് വറുത്തരച്ച മീൻകറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. നല്ല ചീരത്തോരനും കൂടെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും കൂടെ കുറച്ച് ചീനിയും കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം കാണാം.